വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ SSC CGL ചോദിച്ചിട്ടുള്ള GK പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പ് 2022 മാച്ചസ് വെയർ നോട്ട് ഹെൽഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അപ്പം ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പ് 2022 നടത്താത്ത സ്റ്റേറ്റ് ഏത്? മഹാരാഷ്ട്ര, ഒഡീഷ, ഗോവ, ഗുജറാത്ത്. ഏതാണ് നടത്താത്തത്? ഗുജറാത്തിലാണ് നടക്കാത്തത്. ബാക്കി എല്ലായിടത്തും എന്തുണ്ട്? നടന്നിട്ടുണ്ട്. ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്. Who among the following is one of the co-authors of the book Cracking the Code, My Journey in Bollywood? Cracking the Code, My Journey in Bollywood. ഇതിനെ കുറിച്ച് പറഞ്ഞത്, ഇതിന്റെ ബുക്ക് ഓഫ് കോതേഴ്സ് ആരൊക്കെയായിരുന്നു ചോദിച്ചിരിക്കുന്നത്? ഹർഷവർദ്ധൻ കപൂർ ഉണ്ട്, നൗസുദ്ദീൻ സിദ്ദിഖ്, ആയുഷ്മാൻ ഖുരാന, രാജ്കുമാർ റാവു. ആരാണ്? ആയുഷ്മാൻ ഖുരാനയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. In 1873, who published the first photograph of nerve tissue strained with the black reaction technique describing a whole nerve cell? ഒരു ഹോൾ നെർവ് സെല്ലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ബ്ലാക്ക് റിയാക്ഷൻ ടെക്നിക്ക് ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് പബ്ലിഷ് ചെയ്തു 1873. ആരാണ്? കാമിലോ ഗോൾഗി ആണ് പബ്ലിഷ് ചെയ്തത്. കാമിലോ ഗോൾഗി. In October 2022, Virat Kohli became the first Indian to complete how many runs in T20 cricket history? അപ്പം ഒക്ടോബർ 2020 വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യൻ ആണ്. ഏതാണ്? T20 ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ 11,000 റൺസ് തികച്ച ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റർ ആണ് വിരാട് കോഹ്ലി. According to Sikh literature, the birth anniversary of Guru Nanak Dev is cleared on the full moon day of the Indian lunar month. Birth anniversary of Guru Nanak Dev ഏതാണ്? കാർത്തിക് മന്തിലാണ് ഗുരു നാനാക് ദേവിന്റെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാർത്തിക് മന്തിലാണ്. യക്ഷഗാന. യക്ഷഗാന എന്ന് പറയുന്നത് ഫോക്ക് ഡാൻസ് ദാറ്റ് ബിലോങ്സ് ടു സ്റ്റേറ്റ് ഓഫ്. യക്ഷഗാന ഈ സ്റ്റേറ്റിന്റെ ആണ്? കർണാടക. കേരളത്തിന്റെ ഏതൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട്? മോഹിനിയാട്ടവും കഥകളിയും ഒക്കെയാണ് ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് വരുന്നത്. കഥകളി. യക്ഷഗാന കർണാടകത്തിന്റെയാണ്. The brick temple of Bithargun is situated in which state? Brick temple of Bithargun is situated in Uttar Pradesh. Which of the following movement was founded in Bengal? ബംഗാളില് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ഏതാണ്? രാമകൃഷ്ണ മിഷൻ ബംഗാളില് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. On 15th August 1947, first Prime Minister of India. In 15 August 1947, first Prime Minister of India, Jawaharlal Nehru, raised the നാഷണൽ ഫ്ലാഗ്. എവിടെയാണ്? ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്ത്? റെഡ് ഫോർട്ട്, ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ എവിടെയാണ്? ലാഹോറി ഗേറ്റിലാണ് ഫ്ലാഗ് ഉയർത്തിയത്. ലാഹോറി ഗേറ്റ്. മന്ദാരിൻ ഈസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് വിച്ച് നൈബറിംഗ് കൺട്രി? മണ്ടാരിൻ എവിടുത്തെ ലാംഗ്വേജ് ആണ്? ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ചൈനയാണ് മണ്ടാരിൻ. Which of the following is used to measure the total output of goods and services in an economy, including depreciation during the specific period within the country? Depreciation കൂടി വരുന്നത് ഏതാണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. Which of the following is not related to the sport? സ്വിമ്മിങ് ആയിട്ട് റിലേറ്റ് ചെയ്യാത്തത് പെനാൽറ്റി കോർണർ ആണ്. സ്ട്രോക്ക്, ബാക്ക് സ്ട്രോക്ക്, ഫ്രീ സ്റ്റൈൽ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
East-West corridor, which is a part of the Golden Quadrilateral Superhighways, links which two cities of the India from the following. താഴെ പറയുന്നതിൽ ഏതൊക്കെ രണ്ട് സിറ്റികളെയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കണക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഹമ്മദാബാദ് ആൻഡ് ഇംബാൽ ആണോ, സിൽച്ചാർ ആൻഡ് പോർബന്ദർ ആണോ, ജയ്പൂർ ആൻഡ് ഗംഗോട്ട്, ഗാന്ധിനഗർ ആൻഡ് സിൽച്ചാർ ആണോ? ആൻസർ സിൽച്ചാർ ആൻഡ് പോർബന്ദർ ആണ് വരുന്നത്. സിൽച്ചാർ ആൻഡ് പോർബന്ദർ. What is the name of the seventh most abundant metal in the earth crust, which is derived from the medieval Latin word gallium? Earth crust available ആയിട്ടുള്ള seventh most abundant metal കാലിയത്തിന്റെ derived from the medieval Latin word കാലിയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഏതാണ്? പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം. What is the aim of Article 44 of the Indian Constitution? Article 44 of the Indian Constitution aim എന്താണ്? To protect every monument or place of artistic or historic interest ആണോ? To separate judiciary from executive ആണോ? To separate judiciary from executive article എത്രയാണ്? 51 ആണ്. അതുപോലെ to protect and improve the environment and safeguard the forest and wildlife of the country ആണോ? To secure for the citizen a uniform civil code. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിന്റെ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് എന്താണ്? ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺ എ യൂണിഫോം സിവിൽ കോഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Which of the following novels of കമലേശ്വർ വാസ് awarded the സാഹിത്യ അക്കാദമി അവാർഡ് 2003 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവൽ ഏതാണ്? കിത്തനെ പാകിസ്ഥാൻ എന്നുള്ളതാണ്. ഏതാണ്? കിത്തനെ പാകിസ്ഥാൻ. Which of the following institute was founded by M.G. Ranade and G.B. Joshi? M.G. റാനഡയും G.B. ജോഷും കൂടി ചേർന്ന് ഫൗണ്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? പൂർണ്ണ സ്വരാജ് പൂർവ്വ സാർവജനിക സഭയാണ്. പൂർവ്വ സാർവജനിക സഭ. റോഷൻ കുമാരി, ശോഭന നാരായൺ, മായോ റാവു ആൻഡ് കുന്ദിനി ലാഖിയ ആർ എമിനന്റ് കഥക് ആർട്ടിസ്റ്റുകളാണ്. ആര്? റോഷൻ കുമാരിയും ശോഭന നാരായൺ, മായോ റാവു, കുന്ദിനി ലാക്കിയ എമിനന്റ് കഥക് ആർട്ടിസ്റ്റ് ആണ്. റാണി മച്ചയ്യ ഈസ് എ ഡാൻസ് ഫോക്ക് ഡാൻസർ ഹു വാസ് അവാർഡ് പത്മശ്രീ. പത്മശ്രീ കിട്ടിയതാണ് ഈ റാണി മച്ചയ്യ. അവര് ഉമ്മാദത്ത് ഫോക്ക് ഡാൻസർ ആണ്. What is the difference between debit card and credit card? Debit card and credit card തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? Debit card withdraw money directly from a bank account, while credit card allow borrowing up to a certain limit. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. The Constitution ST Scheduled Tribe Order Second Amendment Bill 2022 has included Narikoravan and Kurivakkaran communities. Kurivakkaran communities in the list of scheduled tribe of which state ആണ്? തമിഴ്നാട് സ്റ്റേറ്റിന്റെ ഏതൊക്കെയാണ്? നാരിക്കോറവൻ ആൻഡ് കുറിവിക്കരൻ എന്നീ രണ്ട് കമ്മ്യൂണിറ്റികളെ ST മാറ്റിയിട്ടുണ്ട്. ഓൾസോ നോൺ ആസ് സാങ്കോ. സാങ്കോ എന്നറിയപ്പെടുന്ന ഏത് റിവറിനെയാണ്? ബ്രഹ്മപുത്രയാണ് സാങ്കോ എന്ന് അറിയപ്പെടുന്നത്. What is the destination of the water drained off by the Nile River? നൈൽ റിവറിൽ നിന്നുള്ള വാട്ടർ എവിടെ പോകുന്നു? മെഡിറ്ററേനിയൻ സീയിലാണ് ചെന്ന് പതിക്കുന്നത്. മെഡിറ്ററേനിയൻ സീ. ആർട്ടിക്കിൾ 149 കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് ഡീൽ ചെയ്യുന്നത്? ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ആർട്ടിക്കിൾ 149 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് GK സെക്ഷനിൽ നോക്കാനായിട്ടുള്ളത്. ബാക്കി നമുക്ക് വേറൊരു ക്ലാസ്സിൽ നോക്കാം.